ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും കെ.എസ്.യുവും തമ്മിൽ തെരുവിൽ പുകയുന്ന പോരിനിടെ പാർട്ടിയിൽ സമവായത്തിന്റെ പ്രതിരോധക്കോട്ട തീർക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനവും തമ്മിലുള്ള ഈ തർക്കം പരസ്യമായ ചെളിവാരിയെറിയിലേക്ക് നീങ്ങരുത് എന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത് എന്തായാലും കെ.എസ്.യു അല്ലേ, നമ്മുടെ കുട്ടികളല്ലേ, അവർ തമ്മിലുള്ള കാര്യം അവർ തമ്മിൽ തീർത്തോട്ടെ എന്ന മുരളീധരൻ്റെ വാക്കുകൾ കേവലം ഒരു തമാശയല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ കരുത്തായ വിദ്യാർത്ഥി സംഘടനയെ ചേർത്തുപിടിക്കണമെന്ന വളരെ കൃത്യമായ ഒരു തിരുത്തൽ കൂടിയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും തടസ്സമില്ലെന്നും അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വൈകുന്നേരം 4 മണി മുതൽ സന്ദർശകരെ സ്വീകരിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്ന മുരളീധരൻ ഈ വിഷയത്തിൽ ആരും വാതിലുകൾ അടയ്ക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനങ്ങളിൽ പഴയ SFI ABVP ബന്ധമുള്ളവരെ തിരികെ കയറ്റിയതിനെതിരെ കെ.എസ്.യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനോട് പ്രതികരിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്ന കാര്യത്തിൽ കെ.എസ്.യുവിന് എന്താണ് കാര്യമെന്ന ചോദ്യമുയർത്തി വിദ്യാർത്ഥി സംഘടനയെ തള്ളിക്കളഞ്ഞത് പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയെ കാണാൻ കെ.എസ്.യു അധ്യക്ഷൻ സമയം ചോദിച്ചിട്ടും അനുമതി നൽകാതിരുന്നത് വിവാദത്തിന് കൂടുതലാക്കം കൂട്ടി. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് പോലും നൽകുന്ന പരിഗണന സ്വന്തം അണികൾക്ക് നൽകുന്നില്ല എന്ന തരത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പഴയ രാഷ്ട്രീയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കെ. മുരളീധരൻ വിവാദങ്ങളുടെ ചൂടാറ്റാൻ ശ്രമിക്കുന്നത്. പണ്ട് കോൺഗ്രസിൻ്റെ DCC ഭാരവാഹിയായിരുന്ന ആളാണ് ഇന്നത്തെ BJPയുടെ നിയമസഭാ കക്ഷി നേതാവെന്നും ഒരിക്കൽ കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷനായിരുന്ന TK ഹംസയാണ് പിന്നീട് CPMൻ്റെ ഏറ്റവും സീനിയറായ നേതാവായി മാറിയത് എന്നും മുരളീധരൻ ഇതിൽ ഓർമ്മിപ്പിക്കുന്നു. പൂർവാശ്രമത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ആശ്രമത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന മുരളീധരൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ യോഗ്യതയ്ക്ക് മുൻഗണന നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ ഭാഗികമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും കെ.എസ്.യുവിനെ ഒറ്റപ്പെടുത്താൻ അദ്ദേഹം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.എസ്.യുവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് വാദിക്കുമ്പോഴും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താതെ വിവാദങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന തന്ത്രപരമായ നിലപാടാണ് കെ. മുരളീധരൻ സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോൾ അണികളിൽ നിന്നും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഷേധങ്ങളെ വളരെ സഹിഷ്ണുതയോടെ നേരിടണമെന്നൊരു സന്ദേശമാണ് മുരളീധരൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. നിയമനങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന മുഖ്യമന്ത്രിയുടെ വാശിയും അവഗണിക്കപ്പെട്ടെന്ന കെ.എസ്.യുവിൻ്റെ ആവലാതിയും പാർട്ടിയെ കൂടുതൽ പിളർപ്പിലേക്ക് നയിക്കാതിരിക്കാൻ, അസ്വാരസ്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വിട്ടുവീഴ്ചയുടെ പാതയാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നത്. മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഇപ്പോൾ UDF തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ കെ.എസ്.യുവിനെ തള്ളിപ്പറയുകയാണോ? ഇല്ല, അത് അവർ തമ്മിൽ തീർത്തോട്ടെ. അല്ല, പക്ഷേ ഞാൻ പറയുന്നത് അടക്കം അതിലുള്ളൊരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിട്ട് അതിന് സമയം കൊടുക്കുന്നില്ല അദ്ദേഹം. മുഖ്യമന്ത്രിയെ കാണാനൊന്നും ഒരു തടസ്സം ആർക്കും ഇല്ലല്ലോ. ആർക്കും അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിൽ പോയി കാണാം. വൈകുന്നേരം 4 മണി തൊട്ട് അദ്ദേഹം എല്ലാ സന്ദർശകരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ, അദ്ദേഹത്തിനെ കാണാൻ ഒരു തടസ്സവും ഇല്ല. ഇതുപോലെ ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് അതേ മുഖ്യമന്ത്രിയാണ് സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ BJPയുടെ കേരളത്തിലെ നിയമസഭാ കക്ഷി നേതാവ് പണ്ട് ഞങ്ങളുടെ DCC ഭാരവാഹിയായിരുന്നു. CPMൻ്റെ ഏറ്റവും സീനിയർ നേതാവ് TK ഹംസ ഞങ്ങളുടെ DCC പ്രസിഡൻ്റായിരുന്നു ഒരു കാലത്ത്. പൂർവാശ്രമത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ ആശ്രമത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് കെ.എസ്.യുവിനെ പാടെ തള്ളണമോ എന്നുള്ളതാണ്. ഇല്ല, അതൊക്കെ ഇല്ല, അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. കെ.എസ്.യുവിന് എന്ത് കാര്യം എന്നാണ് ചോദിച്ചത്. അതെ, എന്തായാലും കെ.എസ്.യു അല്ലേ, നമ്മുടെ കുട്ടികളല്ലേ, കുഴപ്പമില്ല.